ചോദ്യം നമ്പർ 184 മാണി സി കാപ്പൻ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് നിയമപ്രകാരം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി GSDPയുടെ ഒരു നിശ്ചിത ശതമാനമായിട്ടാണ് നിശ്ചയിക്കുന്നത്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചു നൽകുന്ന GSDP അടിസ്ഥാനമാക്കിയുള്ള വായ്പാ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ ചോദ്യത്തിലൂടെ ഉന്നയിച്ചത് സംസ്ഥാനം കടക്കണിയിലാണോ എന്നുള്ള ആക്ഷേപം ഉണ്ട് എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു ആക്ഷേപത്തിന് അടിസ്ഥാനമില്ല. എല്ലാ നിയമ നടപടിക്രമത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് സർക്കാർ കടമെടുക്കുന്നത്. എല്ലാ നിയമം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. സർ, 2015-16 മുതൽ സംസ്ഥാനത്തിൻ്റെ GSDPയിലുള്ള വർധനവിന് ഏറെക്കുറെ ആനുപാതികമായ വർധനമാണ് കടത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ സംസ്ഥാനങ്ങൾ അഭിമുഖീകരിച്ച സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ 2019-20 സാമ്പത്തിക വർഷത്തിൽ 3% വായ്പാ പരിധിക്ക് പുറമെ 1471 കോടി രൂപയുടെ അധിക വായ്പയും COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 2020-21 സാമ്പത്തിക വർഷത്തിൽ GSDPയുടെ 3% വായ്പാ പരിധിക്ക് പുറമെ 2% അധിക വായ്പയും സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തിന് ഈ അധിക വായ്പയെ ആശ്രയിക്കേണ്ടി വന്നത് കടത്തിൽ വർധനവിന് കാരണമായിട്ടുണ്ട്. കോവിഡായിരുന്നു ആ സമയത്ത് അടിസ്ഥാന കാരണം. 2020-21, 21-22 സാമ്പത്തിക വർഷങ്ങളിലെ സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയും GSDPയും തമ്മിലുള്ള അനുപാതം യഥാക്രമം 38.47%, 35.92% ആയിരുന്നുവെങ്കിൽ 2022-23 ഇത് 34.62% കുറയുകയാണ് ഉണ്ടായത്. സാർ, 2016-17 സാമ്പത്തിക വർഷം മുതൽ 2022-23 സാമ്പത്തിക വർഷം വരെയുള്ള സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയുടെ വിശദാംശങ്ങൾ പട്ടികയായി ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് കോവിഡിൻ്റെ ആ സമയത്ത് 38.47 ഉയർന്നെങ്കിലും അത് 34.62 താഴോട്ട് വന്നു എന്നുള്ളത് നമ്മൾ ഫിസ്ക്കൽ കൺസോളിഡേഷൻ്റെ പാതയിലാണെന്ന് വ്യക്തമാക്കുന്നതാണ്. സർ, ബി, 2021-22 സാമ്പത്തിക വർഷങ്ങളിലെ സംസ്ഥാനത്തിൻ്റെ പൊതുക്കടവും GSDPയും തമ്മിലുള്ള അനുപാതം യഥാക്രമം 23.54%, 22.75%. ഇതനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതുക്കടത്തിൻ്റെ തോതിൽ വർധനവുണ്ടായിട്ടില്ല. സി, 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരമുള്ള ഗ്രാൻറ്റുകളായ SDRF, SDMF, ലോക്കൽ ബോഡി ഗ്രാൻറ്റ് എന്നിവയിൽ നടപ്പ് സാമ്പത്തിക വർഷം വരെ ഇനി യഥാക്രമം 138.8 കോടി, 69.4 കോടി രൂപ, 1920.58 കോടി രൂപ വീതം ലഭ്യമാകാനുണ്ട്. സർ, ഇത് അവർ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള കണക്കുകൾ വെച്ചിട്ടാണ് വിവിധ മേഖലയിൽ. ഈ കമ്മീഷൻ്റെ തീരുമാനം വളരെ ഏകപക്ഷീയമാണ് എന്നുള്ള പ്രശ്നം തന്നെയാണ് സംസ്ഥാനം ഉന്നയിക്കുന്നത്. അവർ തീരുമാനിച്ചിട്ടുള്ളതിൻ്റെ കണക്കനുസരിച്ചിട്ട് ഏറ്റവും ഒടുവിലത്തെ കണക്കിൽ സംസ്ഥാനത്തിന് ആകെ നമ്മുടെ ടാക്സ് വരുമാനത്തിൻ്റെ 79% സംസ്ഥാനം തനതായി ഉണ്ടാക്കേണ്ടി വന്നു. 21% കേന്ദ്രത്തിൻ്റെ വിഹിതത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളൂ. ഇന്ത്യൻ ശരാശരി അത് 46 എന്നുള്ളത് വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അവർ നിശ്ചയിച്ചിട്ടുള്ള ആ കണ്ടീഷൻ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് ചേരുന്നതല്ല, ഇന്ത്യൻ ശരാശരിയുമായി ചേരാത്തതാണ് എന്നുള്ള കാര്യമാണ്. അവർ നിശ്ചയിച്ചതിനകത്ത് ഇത്രയുമാണ് ഇനി ഈ വർഷം വരാനുള്ളത്. സർ, ഡി, 2022-23 സാമ്പത്തിക വർഷം വരെ സംസ്ഥാനം പിരിച്ചെടുക്കേണ്ട നികുതി ഇനത്തിലുള്ള ആകെ കുടിശ്ശിക 19,975.43 കോടി രൂപയാണ്. ഇതിൽ 5,914 കോടി രൂപ തർക്കത്തിലുള്ളതാണ്. 14,061.30 കോടി രൂപയാണ് തർക്കരഹിതമായിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കുടിശ്ശിക ഉൾക്കൊള്ളുന്ന തുകയാണിത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ വിശദമായിട്ടുണ്ട്, ഞാനെല്ലാം ഇത് പറയുന്നില്ല. അതിനകത്ത് വളരെ വലിയ തുക നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട്. അത് നേരത്തെ തന്നെ ഇവിടെ നമ്മൾ CNTG റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കണക്കുകളിൽ വന്നിട്ടുള്ളതാണ്. അതിനകത്ത് ഒരു ഭീമമായ തുക, ഒരു പല കണക്കിൽ വന്നു കഴിഞ്ഞാൽ KSRTC മാത്രം നൽകാനുള്ള നികുതി കുടിശ്ശിക ആകെ മോട്ടോർ വാഹന രംഗത്ത് 2,616-ൽ 70%-ലധികം KSRTC നിന്ന് കിട്ടാനുള്ളതാണ്. അതുപോലെ KSEB നിന്ന് കിട്ടാനുള്ളത് 5000. നമ്മുടെ AGയുടെ കണക്കിൻ്റെ വിശദമായിട്ടുള്ള കാര്യമുണ്ട്. ഇതിനകത്ത് എല്ലാ കണക്കുകളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കണക്കുകൾ എടുക്കുന്നില്ല. മറുപടിയിൽ ആ കാര്യങ്ങളെല്ലാം ഇല്ല. ഞാൻ പറഞ്ഞത് ഈ കിട്ടാനുള്ള കണക്കിനകത്ത് നല്ലൊരു ഭാഗം സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള ഉൾപ്പെടെയുള്ള കിട്ടാനുള്ള കുടിശ്ശികയും കൂടി ഉണ്ടത് എന്നുള്ളത്. ശ്രീ മാണി സി കാപ്പൻ. സർ, സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധി നേരിടുമ്പോൾ ധനപ്രതിസന്ധി മറികടക്കാൻ സർക്കാർ അധിക വിഭവ സമാഹരണത്തിനായി എന്തെല്ലാം പദ്ധതികളാണ് നടപ്പാക്കിയിരിക്കുന്നത്? വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, അധിക വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനം ചെയ്തത് വളരെ വിശദമായി ചെയ്തതാണ്. സർ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം
വിഭവ സമാഹരണം, വിഭവം ശേഖരിക്കാൻ നമുക്ക് ഉള്ള നികുതിക്കകത്ത് അത് ശേഖരിച്ചെടുക്കാൻ ശ്രമിച്ചതിൽ ഒന്നാം സ്ഥാനത്ത് വന്നൊരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. ഇവിടെ പറഞ്ഞ നേരത്തെ 47,000 കോടിയായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ എന്നുള്ളത്. 2 വർഷം കൊണ്ട്, ഈ കോവിഡ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് വരാൻ കഴിഞ്ഞു. 50% വർധന വന്നു എന്നുള്ളത് ഒരു കാര്യമാണ് സർ. അത് നോക്കുകയാണെങ്കിൽ ടാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് മദ്യത്തിനും പെട്രോളും ഡീസലും ഒഴിച്ച് ബാക്കിയൊന്നും നമുക്കെല്ലാം തീരുമാനിക്കാൻ പറ്റുന്നത് കേന്ദ്രമാണ്. ബാക്കി നോൺ ടാക്സ് റവന്യൂവിൻ്റെ കാര്യത്തിലും ഏറ്റവും വലിയ വർധനവ് ശേഖരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മളീ പറഞ്ഞ പോലെ 2 വർഷം കൊണ്ട് ആ ശേഖരിച്ചെടുക്കുന്നതിൽ 50% വർധന വന്നു എന്നുള്ളത്, അതിനപ്പുറത്തേക്കുള്ള ഒരു പരിമിതിയുണ്ട്. നമ്മൾ എത്ര വർദ്ധിപ്പിച്ചാലും നമുക്ക് കിട്ടേണ്ട മറ്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് സാർ. ആ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് അധിക ഉപസമാഹരണത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് സാർ ഡൽഹിയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും എല്ലാം അർഹമായത് കിട്ടാനും അധിക വിഭവ സമാഹരണമല്ല, അർഹമായ വിഭവ സമാഹരണത്തിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയത്. അതുകൊണ്ട് ഇവിടെ പിരിക്കുന്നത് മാത്രമല്ല, പൊളിറ്റിക്കലി ഈ കാര്യം ഉന്നയിച്ച്, ഭരണപരമായി ഈ കാര്യം ഉന്നയിച്ച് ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് സർ കേസ്. ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് ഉൾപ്പെടെ നമ്മുടെ അധിക വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ലീഗലായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷനായിട്ടെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ടെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുന്നു.